ഹായ് നമ്മൾ 5ാം ക്ലാസ്സിന് എക്സാമിന് നിർബന്ധമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ചോദ്യങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മാഷ് വന്നത്. ഇതെന്താണെങ്കിലും പഠിക്കുന്ന എക്സാമിന് മിക്ക എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇത് പഠിച്ചിട്ട് തന്നെ അടുത്ത ദിവസം എക്സാമിന് പോവാട്ടോ. വേറെ ഒന്നുമില്ല, ഇതുപോലെ കുറച്ച് ഷേപ്പുകൾ നമുക്ക് തരും. അതിൽ കുറച്ച് ഭാഗങ്ങൾ അതിനെ ഇങ്ങനെ ഒരേ വലുപ്പമുള്ള കുറച്ച് കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടുണ്ടായിരിക്കും. ഒരേ വലുപ്പമുള്ള കഷ്ണമായിട്ട് മുറിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഒരേ വലുപ്പമുള്ള കഷ്ണങ്ങളായിട്ട് മുറിക്കണം. എന്നിട്ട് അതിൽ എത്ര കഷ്ണമാണ് ഒരേ വലുപ്പമുള്ള ഇത്രയും കഷ്ണത്തിൽ എത്ര കഷ്ണമാണ് ഷെയ്ഡ് ചെയ്തത് എന്നുള്ള ചോദ്യമായിരിക്കും നമ്മൾ ചോദിക്കുക. ഇവിടെ നോക്കേ, വിച്ച് ഈസ് ദി 1/3 പാർട്ട് ഷെയ്ഡഡ് ഇമേജ്. ഇതിൽ ഏതാണ് 1/3 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുള്ള ചിത്രം എന്നാണ് നമ്മൾ ചോദിച്ചത്. ഇതിൽ ഏത് ചിത്രത്തിൽ 1/3 ഭാഗം ഷെയ്ഡ് ചെയ്തത്? ഇവിടെ എന്താ 1 2 3 4 ഒരേ വലുപ്പമുള്ള 4 കഷ്ണം. അതിൽ 1 2 3 കഷ്ണങ്ങളാണ് ഷെയ്ഡ് ചെയ്തത്. ഒരേ വലുപ്പമുള്ള 4 കഷ്ണത്തിൽ 3 കഷ്ണം ഷെയ്ഡ് ചെയ്തു. നമുക്ക് എങ്ങനെ പറയാം? 3/4 ഭാഗം ഷെയ്ഡ് ചെയ്തു പറയാം. ബൈയുടെ താഴെ ആകെയുള്ള കഷ്ണങ്ങൾ എണ്ണം, ബൈയുടെ മുകളിൽ ഷെയ്ഡ് ചെയ്തിട്ടുള്ള കഷ്ണങ്ങൾ എണ്ണം. അപ്പൊ ഷെയ്ഡ് ചെയ്ത് ഇത്ര പാട്ടാണുള്ളതിന് ഉത്തരമായി. ഇത്രയും 3/4 ഭാഗം ഇവിടെ ഷെയ്ഡ് ചെയ്തത്. അപ്പൊ ഇവിടെ 1 2 3 4 ഒരേ വലുപ്പമുള്ള 4 കഷ്ണം. അതിൽ ഒരു കഷ്ണമാണ് ഷെയ്ഡ് ചെയ്തത്. 1/4 ആണ് ഇവിടെ ഷെയ്ഡ് ചെയ്ത് നമുക്ക് പറയാം. ഇനി ഇവിടെ നോക്കുമ്പോഴോ ഇവിടെയും ഒരേ വലുപ്പമുള്ള കഷ്ണങ്ങളാണല്ലേ. ഒരേ വലുപ്പമുള്ള കഷ്ണങ്ങൾ അല്ലെങ്കിൽ ചിത്രത്തിൽ ഒരേ വലുപ്പമുള്ള കഷ്ണങ്ങൾ ആക്കണം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ കാര്യങ്ങൾ ആലോചിച്ച് വെക്കുക. ഇവിടെ ഒരേ വലുപ്പമുള്ള കഷ്ണങ്ങളാണ്. 1 2 3 4 5 6 ഒരേ വലുപ്പമുള്ള 6 കഷ്ണങ്ങൾ. അതിൽ 3 കഷ്ണമാണ് ഷെയ്ഡ് ചെയ്തത്. 3/6 ഭാഗമാണ് ഇവിടെ ഷെയ്ഡ് ചെയ്തത് നമുക്ക് പറയാം. ഇനി ഇവിടെ നോക്കിയാലോ, ഇവിടെ ഒരേ വലുപ്പമുള്ള 3 കഷ്ണമാണ്. അതിൽ ഒരു കഷ്ണമാണ് ഷെയ്ഡ് ചെയ്തത്. 1/3 ഭാഗമാണ് ഇവിടെ ഷെയ്ഡ് ചെയ്ത് നമുക്ക് പറയാം അല്ലെ. നമ്മൾ എന്താ ചോദിച്ചത്? 1/3 ഭാഗം ഷെയ്ഡ് ചെയ്ത് ഇതിൽ ഏത് ചിത്രത്തിലാണെന്നാണ്. ഏത് ചിത്രമാണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടെ 1/3 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുള്ള ചിത്രം. സെറ്റ്. പിന്നെ അതുപോലെ തന്നെ ചോദിക്കും, വിച്ച് ഇമേജ് ഈസ് ഹാഫ് ഷെയ്ഡഡ്. പകുതി ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഏത് ചിത്രമാണ്? പകുതി എന്ന് വെച്ചാൽ ഒരേപോലുള്ള 2 ഭാഗത്തിൽ ഒരു ഭാഗം എടുത്തത്. 1/2 ആണ് പകുതി. ഇത് ഏതിലാണ് പകുതി ഭാഗം ഷെയ്ഡ് ചെയ്തത്? ഓപ്ഷൻ സി ആണ്. അത് എന്തുകൊണ്ടാണ് അറിയോ? ഇവിടെ നോക്കിയേ, ഒരേ വലുപ്പമുള്ള 6 കഷ്ണങ്ങളാണ് ഇവിടെ ഉള്ളത് അല്ലേ. അതിൽ 3 കഷ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, 3 ഷെയ്ഡ് ചെയ്തിട്ടില്ല. അപ്പോ 3 കഷ്ണം നമ്മൾ ഒരു കഷ്ണമായി എടുത്തു കഴിഞ്ഞാൽ ഒരേ വലുപ്പമുള്ള 3 കഷ്ണങ്ങള് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, ബാക്കി 3 കഷ്ണങ്ങൾ ഷെയ്ഡ് ചെയ്തിട്ടില്ല. 3 3 അങ്ങനെ 3 ഭാഗമായിട്ട് എടുത്താൽ ആകെ 2 ഭാഗം ഉണ്ടായിരിക്കും. അതിലെന്താണ് ഒരു ഭാഗേ ഷെയ്ഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ പകുതി ഭാഗം ഷെയ്ഡ് ചെയ്ത ആകെ 6 3 ഭാഗം അവിടെ ഷെയ്ഡ് ചെയ്തത്, ബാക്കി 3 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടില്ല. അപ്പൊ പകുതി ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് ഏതാന്ന് ചോദിച്ചാല് ഓപ്ഷൻ സിയിലാണ് പകുതി ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പകുതി ഭാഗം ഷെയ്ഡ് ചെയ്ത ചിത്രം ഏതാണ്? അങ്ങനെയും എക്സാമിന് ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പൊ അതിന് ഇതുപോലെ നമ്പർ ആക്കി എഴുതാനുള്ള കാര്യങ്ങൾ മറക്കാതിരിക്കുക. ഇങ്ങനെ നമ്പർ ആക്കി എഴുതാനാണ് മെയിൻ ആയിട്ട് എക്സാമിന് ചോദ്യം വരിക. ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ മെയിൻ ആയിട്ട് എങ്ങനെയാണ് എക്സാമിന് ഇതിന്നൊക്കെ ചോദ്യങ്ങൾ വരിക എന്നുള്ളതൊക്കെ നമ്മൾ ഇതിന് തൊട്ട് മുമ്പുള്ള ലൈവ് ക്ലാസ്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മെയിൻ ആയിട്ട് നമ്മൾ 5ാം ക്ലാസ്സിന്റെ എക്സാമിന് പോകുന്നതിന് മുമ്പേ നിർബന്ധമായിട്ട് കണ്ടിരിക്കേണ്ട 2 ലൈവുകൾ മാഷ് പറഞ്ഞിട്ടുണ്ട്. ആ 2 ലൈവുകൾ നിർബന്ധമായിട്ട് കാണണം. ഏതൊക്കെ ലൈവുകളാന്ന് വെച്ചാൽ, ഈ ദിവസത്തിന് തൊട്ട് മുമ്പ് നമ്മൾ മാത്സിന്റെ ഏത് ലൈവാണ് കഴിഞ്ഞത് അത് നിങ്ങളൊന്ന് കുറച്ച് ലൈവ് സെക്ഷൻ എടുക്കുക. നമ്മുടെ ചാനലിൽ ലൈവ് എടുക്കുക. അതിൽ കഴിഞ്ഞു പോയ ലൈവുകളൊക്കെ എടുത്ത് നോക്കിയാൽ ഇത് മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് മാത്സിന്റെ ലൈവ് കാണാം. ഇത് മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് മാത്സിന്റെ ലൈവ് കാണാം. നിർബന്ധമായിട്ടും ആ ലൈവ് നിങ്ങൾ കാണണം. അതുപോലെ തന്നെ എക്സാമിന്റെ തലേന്നും രാവിലെ നിങ്ങൾക്ക് എന്തായാലും ലൈവ് തരും. തലേന്നുള്ള ലൈവ് കാണുക, രാവിലെ ലൈവ് കണ്ടാൽ ഇത് പഠിച്ചൊന്നും മറക്കൂല. അപ്പൊ 3 ലൈവുകൾ മാത്രം കണ്ട എക്സാമിന് പോയി കഴിഞ്ഞാൽ ഫുൾ മാർക്കിംഗ് സെറ്റ് ആണ്. മറക്കണ്ട. ഇപ്പൊ തന്നെ ഇരുന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, കഴിഞ്ഞു പോയി ലൈവ് എടുക്കുക. അതിൽ ഇത് മാത്രം പഠിച്ചാൽ മതി എന്നിട്ട് മാത്സിന്റെ ലൈവ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. അത് നിർബന്ധമായിട്ടും കണ്ടു നോക്കുക കേട്ടോ. നമ്മുടെ ആനുവൽ എക്സാമിന് ഇത് മാത്രം പഠിച്ചാൽ മതി എന്ന് ലൈവ് തൊട്ട് മുമ്പ് കഴിഞ്ഞിട്ടുണ്ട്, അത് നോക്കുക. അത് നിർബന്ധമായിട്ടും ആ ലൈവ് ഫുള്ളായിട്ട് ഇരുന്ന് പഠിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മാഷ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാഷ് നിങ്ങൾ പറഞ്ഞു തരാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ഉള്ള ചോദ്യമാണ്. പഠിച്ചിട്ട് എക്സാമിന് പോവുക. പിന്നെ വൈകുന്നേരം 7:30 ലൈവ് ഉണ്ടായിരിക്കും. ആ ലൈവ് ക്ലാസ് ഒക്കെ കൃത്യമായിട്ട് കാണാം. എക്സാമിന് ഫുൾ മാർക്ക് ഉറപ്പിക്കുക കേട്ടോ. നമുക്ക് ഇനി ആ ലൈവിലായിട്ട് കാണാം. ലൈവ് ആരും മിസ്സാക്കരുത്. കൃത്യസമയത്ത് ലൈവിലെത്തുക. നിങ്ങൾക്ക് വേണ്ട നോട്ടുകളൊക്കെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ പോയി അയച്ചു തരും. കമ്മ്യൂണിറ്റി ലിങ്ക് ഒക്കെ താഴെ ഫ്രീ മെറ്റീരിയൽസ് കണ്ട് കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിങ്കിൽ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാം. നമുക്ക് ഏതായാലും ഈ ലൈവിൽ കാണാം. ബൈ ബൈ.